ന്യൂസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് പുതിയ ദേശീയ യൂത്ത് കോൺഗ്രസ് സെക്രട്ടറിയായ അഫിൻ വർക്കിക്ക് വേണ്ടിയുള്ളതാണ്. അഫിൻ വർക്കിയോട് പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഈ എപ്പിസോഡിലൂടെ വ്യക്തമായി തന്നെ പറഞ്ഞു വെക്കുകയാണ്. അഫിൻ വർക്കി ദയവായി ഇത് പൂർണ്ണമായി കാണണം. കാരണം കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും KSUവിനെയൊക്കെ സ്നേഹിക്കുന്ന നിരവധി ആളുകളുടെ ഒരു വ്യക്തമായ ഒരു റിക്വസ്റ്റ് എന്നുള്ള നിലയിലുള്ളതാണ് ഈ എപ്പിസോഡ്. അഫിൻ വർക്കി ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ സെക്രട്ടറിയാണ്. നിയമനം കിട്ടിയിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ അഫിൻ വർക്കിക്ക് അതിൽ ഒരു തൃപ്തിയുമില്ല. പ്രിയപ്പെട്ട അഫിൻ വർക്കി, നിങ്ങൾ ഇപ്പോൾ ഈ സ്ഥാനം കിട്ടിയില്ല എന്ന് നിങ്ങൾ പറയുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാക്കിയില്ല എന്നുള്ളതാണല്ലോ. ദേശീയ സെക്രട്ടറിയായി നിങ്ങൾക്ക് നിയമനം കിട്ടി, പക്ഷേ എന്നിട്ടും നിങ്ങൾക്ക് തൃപ്തിയില്ല. സംസ്ഥാനത്ത് തന്നെ തുടരണം, അഥവാ അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ സംസ്ഥാന സെക്രട്ടറി തന്നെ നിങ്ങൾക്കാകണം. സംസ്ഥാന പ്രസിഡന്റ് തന്നെ നിങ്ങൾക്കാകണം. ഇതാണ് നിങ്ങളുടെ ഇതുവരെ കൊണ്ടു നടന്ന ആഗ്രഹം എന്ന് മനസ്സിലാക്കുന്നു. അത് കിട്ടാതെ പോയതിൻ്റെ പുളിപ്പാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിങ്ങൾ വാർത്താ മാധ്യമങ്ങളുമായി പങ്കുവെക്കുന്നത്. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ 100 വട്ടം ഒന്ന് ചിന്തിച്ചു നോക്കണം. ഇപ്പോൾ ഒരു സ്ഥാനം നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ അതിനേക്കാൾ വലിയൊരു സ്ഥാനം നിങ്ങൾക്ക് തന്നു. ദേശീയ സെക്രട്ടറി, ദേശീയ ജനറൽ സെക്രട്ടറി ആക്കിയില്ല എന്ന ആക്ഷേപമാണോ, അതോ ദേശീയ പ്രസിഡന്റ് ആക്കിയില്ല എന്നുള്ള ആക്ഷേപമോ അല്ല നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റ് ആക്കിയില്ല എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയുള്ളൊരു അഭിപ്രായ പ്രകടനം നടത്തിയപ്പോൾ നിങ്ങൾ അതിനോടൊപ്പം ഒരു വാക്കുകൂടി കൂട്ടിച്ചേർത്തു. അത് ഒരു സമുദായവുമായി ബന്ധപ്പെട്ട ചില പരാമർശവുമാണ്. ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ടാണോ എനിക്ക് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ലഭിക്കാതെ പോയത് എന്നുള്ള ഒരു വ്യാകുലതയാണ് നിങ്ങൾ പങ്കുവച്ചത്. കഷ്ടമായിപ്പോയി അഫിൻ വർക്കി. നിങ്ങളെപ്പോലുള്ള ഒരാൾ ഇങ്ങനെയുള്ളൊരു പരാമർശമൊന്നും നടത്താൻ പാടില്ലായിരുന്നു. യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, കോൺഗ്രസ് ഒരു ജനാധിപത്യ രാഷ്ട്രീയ കക്ഷിയാണ്. ആ രാഷ്ട്രീയ കക്ഷിയോട് സ്നേഹവും കൂറും പ്രതിബദ്ധതയും പുലർത്തുന്ന നിരവധി ആളുകൾ ഈ സംസ്ഥാനത്തുണ്ട്. KSUയിലൂടെ വളർന്നു വന്നവർ, യൂത്ത് കോൺഗ്രസ്സിലെത്തി യൂത്ത് കോൺഗ്രസ്സിലൂടെ വളർന്ന് പന്തലിച്ചവർ, പിന്നെ സംസ്ഥാന നേതൃത്വത്തിലും ദേശീയ നേതൃത്വത്തിലുമൊക്കെ എത്തപ്പെട്ട ആളുകളൊക്കെയുണ്ട്. അവരിൽ ആരും തന്നെ മുൻപൊന്നും പറഞ്ഞിട്ടില്ലാത്ത ഒരു സാമുദായിക ഒരു വാക്ക്, അതുമായി ബന്ധപ്പെടുത്തിയ ഒരു വാക്ക് താങ്കളുടെ വായിൽ നിന്നും വീണു. പാടില്ലായിരുന്നു അഫിൻ വർക്കി, നിങ്ങൾ അതൊന്നും പറയാൻ പാടില്ലായിരുന്നു. കാരണം അത് കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അതുകൊണ്ടാകാം. അതുകൊണ്ടാകണ്ടേ എന്ന് ചോദിച്ചാൽ അങ്ങനെ നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ? നിങ്ങൾ നോക്കൂ, KSUവിൻ്റെ പ്രസിഡന്റ് ആരാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. KPCCയുടെ പ്രസിഡന്റ് ആരാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അങ്ങനെ വരുമ്പോൾ ആ രണ്ട് സംവിധാനങ്ങളിലും വന്നിരിക്കുന്നത് ഒരേ സമുദായത്തിൻ്റെ ആളല്ലേ? അപ്പോൾ ഇനി മൂന്നാമത് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പദവിയും സംസ്ഥാനത്ത് അതുപോലെ അതേ സമുദായത്തിന് നൽകിയാൽ വിമർശനം വരൂലേ? അത് പാടില്ല എന്നുള്ളതാണോ? അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ സമുദായം നോക്കിയാണോ കഴിവ് നിശ്ചയിക്കുക? അല്ല. പക്ഷേ ഒരു രാഷ്ട്രീയ കക്ഷി, പ്രത്യേകിച്ച് കോൺഗ്രസിനെ പോലെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സുതാര്യത ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിക്ക് അതും നോക്കേണ്ടി വരും. ഇല്ലെങ്കിൽ സംസ്ഥാനത്ത് വരാൻ പോകുന്ന 2 പ്രധാന തെരഞ്ഞെടുപ്പുകളുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് ഇപ്പോൾ വന്നു കഴിഞ്ഞു. നോട്ടിഫിക്കേഷൻ വരാനുള്ള സമയം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. പിന്നെ ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇതിലേക്കൊക്കെ പോകുമ്പോൾ ഈ സമുദായ വാക്യമൊക്കെ കുറച്ചൊക്കെ ശ്രദ്ധിക്കണം. സമവാക്യത്തിൻ്റെ പൊരുൾ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് നാളിതുവരെ കൊണ്ടുവന്നത് അതൊക്കെ തന്നെയാണ്. ഒരു സമുദായത്തിനെയും കോൺഗ്രസ് തള്ളിപ്പറഞ്ഞിട്ടില്ല, ഒരു സമുദായത്തിനെയും പിന്തിരിപ്പിച്ച് നിർത്തിയിട്ടുമില്ല. എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം എക്കാലവും കോൺഗ്രസ് പുലർത്തിയിരുന്നു. ഇപ്പോൾ പ്രസിഡന്റായ ജനീഷ് എന്ന് പറയുന്ന ആളും വർക്കിംഗ് പ്രസിഡന്റായ ബിനു ചുള്ളിയിലുമൊക്കെ തന്നെ യഥാർത്ഥത്തിൽ ആ സ്ഥാനത്തിന് അർഹത ഉള്ളവരല്ലേ? അതിന് അഫിൻ വർക്കി മറുപടി പറയണം. അതിന് അർഹത ഉള്ളവർ എന്ന് തന്നെയാണ് ഞങ്ങളെപ്പോലുള്ളവർ മനസ്സിലാക്കുന്നത്. അല്ലാതെ പ്രസിഡന്റ് ഞാൻ തന്നെ ആകണം എന്ന വാശി ഒരാളിനും ഭൂഷണമല്ല.
നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഞാനൊരു മറ്റൊരു കാര്യം കൂടി പറയാം. എനിക്ക് കിട്ടുന്ന ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ ഫീൽഡിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും മനസ്സിലാക്കുന്ന, നമ്മൾ രാഷ്ട്രീയ നിരീക്ഷകരെന്നുള്ള നിലയിൽ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു ഒബ്സർവേഷൻ ലെവലിലാണ് ഞാനത് പറയുന്നത്. പത്തനംതിട്ടയിൽ ഒരു ജില്ലാ പ്രസിഡന്റ് ഉണ്ട്. പേര് വിജയ് ഇന്ദുചൂടൻ എന്നാണ്. ആ ആളിനെക്കുറിച്ച് ശരിക്കും അഭിൻ വർക്കിക്കും അറിയാമായിരിക്കും. ഏറ്റവും മിടുമിടുക്കനായ സംസ്ഥാനത്തെ ഒരു ജില്ലാ പ്രസിഡന്റാണ്. മറ്റു പലരുമുണ്ട്. ഞാനിപ്പോൾ എടുത്തു പറയുന്നത് ഈ പത്തനംതിട്ടയിൽ ചുറുചുറുക്കോടുകൂടി ഓടി നടന്ന് പ്രവർത്തിച്ച് യൂത്ത് കോൺഗ്രസിന് ഒരു നല്ല ഇമേജ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരാളാണ് വിജയ് ഇന്ദുചൂടൻ. അയാൾക്ക് സംസ്ഥാന നേതൃത്വത്തിലേക്ക് വരാനുള്ള എല്ലാ അർഹതയുമുണ്ട്. ശബരിമല സമരം അയാൾ നടത്തിയതിൻ്റെ ഒരു 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 ചേലി കാണാനുള്ളതാണ്. എന്ത് മനോഹരമായി ആ സമരത്തെ നയിച്ചു. അയാൾ ജയിലിലുമായി, അയാൾക്ക് മർദ്ദനമേൽക്കുകയും ചെയ്തു, ഇതെല്ലാം ചെയ്തു. അയാൾ അച്ഛനാരാണെന്നറിയാമോ? അതുമൊക്കെ ഈ ഞാൻ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. പോലീസ് മർദ്ദനം, അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു, KSU നേതാവായിരുന്നു. പോലീസ് മർദ്ദനം കൊണ്ട് മരണപ്പെട്ട ഒരു മനുഷ്യൻ്റെ മകനാണ്. അതൊന്നും ഒരു ക്വാളിഫിക്കേഷൻ ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയും. പ്രവർത്തന മികവ് തന്നെയാണ് ക്വാളിഫിക്കേഷൻ. ആ അർത്ഥത്തിൽ ഈ പറഞ്ഞ വിജയ് ഇന്ദുചൂടനൊക്കെ സംസ്ഥാന നേതൃത്വത്തിൽ വരാനുള്ള ആളുകളാണ്. അവരാരും വന്നില്ല. അവരൊക്കെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെട്ട് അവിടെ നന്നായി വർക്ക് ചെയ്യുന്നു. അപ്പോൾ വരുമ്പോൾ യോഗ്യത, ഇപ്പൊ അഭിൻ വർക്കിക്ക് യോഗ്യതയില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്, നിശ്ചയമായും ഉണ്ട്. അഭിൻ വർക്കിക്ക് മാത്രമാണോ യോഗ്യത എന്ന് ചോദിച്ചാൽ അവിടെയാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. അവിടെ ജിനീഷിനെ പോലുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ യോഗ്യതയുണ്ട്. അഭിൻ വർക്കിയെ പോലെ തന്നെ യോഗ്യത ഉള്ള ആൾ തന്നെയാണ് ജിനീഷും. അതുപോലെ തന്നെ വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിലും. അതൊക്കെ ആ നേതാവിൻ്റെ ഗോഡ് ഫാദറായി സ്വീകരിച്ച വന്ന ആളുകളാണ്. ആ ഗ്രൂപ്പിൽപ്പെട്ടവരാണ്, ഈ ഗ്രൂപ്പിൽപ്പെട്ടവരാണ്, അവരങ്ങനെയാണ്, ഇവരിങ്ങനെയാണ് എന്നെല്ലാം നമ്മൾ പറഞ്ഞ് മറ്റു ഉള്ള ആളുകളെ അവഹേളിക്കുന്നത് വളരെ മോശമാണ്. അഭിൻ വർക്കി അങ്ങനെ അവരെയൊന്നും അവഹേളിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത്. താൻ മാത്രമാണ് യോഗ്യൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ അയോഗ്യരാണെന്ന് പറയേണ്ടി വരില്ലേ? അങ്ങനെ പറയരുത് അഭിൻ വർക്കി. നിങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് വന്നിട്ട് നാളുകൾ ഏറെയായില്ലേ? നമ്മളൊരു കോൺഗ്രസിൻ്റെ അച്ചടക്കമുള്ള ഒരു ആളായാലേ നാളെ നിങ്ങൾക്കൊക്കെ അതിനുള്ള അവസരം കോൺഗ്രസ് തുറന്നിടുകയുള്ളൂ. കോൺഗ്രസിൻ്റെ വക്താവൊന്നുമല്ല ഞാൻ. കോൺഗ്രസിന് വേണ്ടി വാദിക്കുന്നു എന്ന് പറഞ്ഞാൽ പൊതുവെ രാഷ്ട്രീയ അവലോകനം നടത്തുന്ന ഒരാളിന് ചിലതൊക്കെ കണ്ടു എന്ന് തന്നെ മനസ്സിലാക്കി പ്രതികരിക്കേണ്ടതുണ്ട്. ആ പ്രതികരണമാണ് ഈ നടത്തുന്നു എന്നുള്ളതാണ്. KSUവിൻ്റെ മുൻ പ്രസിഡന്റായ അഭിജിത്തിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. KSU മുൻ പ്രസിഡന്റാണ്, കോഴിക്കോടുകാരനാണ്, സെക്രട്ടറി പദത്തിലേക്ക് പുതിയതായിട്ട് വന്ന ആളാണ്. അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. അഭിജിത്തും ഇതുപോലെ പ്രസിഡന്റ് ആകാൻ യോഗ്യനുള്ള ഒരാൾ തന്നെയായിരുന്നു, ഇല്ലെന്ന് പറയുന്നില്ല. സംസ്ഥാന പ്രസിഡന്റ് ആകാൻ നല്ല യോഗ്യതയുള്ള, മിടുക്കനായ, നല്ലവനായ ഒരാളാണ് അഭിജിത്ത്. വളരെ കപ്പാസിറ്റിയുള്ളൊരു നേതാവാണ്. പക്ഷേ അച്ചടക്കം എന്താണെന്ന് നന്നായിട്ട് അഭിജിത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ അഭിജിത്ത് അതിന് ഒന്നും പറഞ്ഞ്, ദേശീയ സെക്രട്ടറി ആണെങ്കിൽ അയാൾ ദേശീയ സെക്രട്ടറിയായി തന്നെ തുടരും. അയാൾ അവിടെ പോവില്ല. എനിക്ക് കേരളത്തിൻ്റെ കാലാവസ്ഥയാണ് ബെസ്റ്റ്, ഞാൻ ദേശീയ നേതൃത്വത്തിലേക്ക് ഇല്ല എന്ന് പറഞ്ഞൊന്നും ഒഴിയേണ്ട കാര്യമില്ല. കോൺഗ്രസ് ദേശീയ നേതൃത്വം ഒരു കാര്യം തീരുമാനിച്ചാൽ അനുസരിക്കുക എന്നുള്ളത് കോൺഗ്രസിനെ പിന്തുടരുന്നവരുടെയൊക്കെ ഒരു കടമയും ബാധ്യതയുമാണ്. അവിടെ നിന്നാണ് അഭിൻ വർക്കി ഇപ്പോൾ തെറ്റിപ്പിരിഞ്ഞു പോയത്. ഇനി ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത് KSUയുടെ അത് അഭിൻ വർക്കി പറഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ പൊതുവെ വന്നിട്ടുള്ള ചില കാര്യങ്ങളിലൊക്കെ ചില വാർത്താ മാധ്യമങ്ങളുടെ സ്പേസിൽ വന്നിട്ടുള്ളത് KC വേണുഗോപാലിനെ അടിക്കാനുള്ള ഒരു വടി എന്നുള്ളത് വെച്ചുകൊണ്ടാണ്. KC ഇതിൽ അങ്ങനെ ചെയ്തു, KCയുടെ നീക്കമാണ്. KCക്ക് ഒരാളെ പ്രസിഡന്റ് ആക്കണ്ടേ? അത് KCയുടെ കൂടെ ഉത്തരവാദിത്തമാണ്. KC അത് ചെയ്തു. അല്ലാതെ അതിന് നോക്കേണ്ട കാര്യങ്ങളെല്ലാം നോക്കി കണ്ട് തന്നെയാണ് KC വേണുഗോപാൽ ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ KCയെ വിമർശിക്കാൻ വേണ്ടിയൊന്നും ഈ വടിയും കൊണ്ട് ആരും എഴുന്നേറ്റ് നിൽക്കേണ്ട കാര്യമേ ഇല്ല എന്നുള്ളതാണ്. അവിടെയും കൃത്യമായ ഒരു സാമുദായിക, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രസിഡന്റ്, അതുപോലെ വർക്കിംഗ് പ്രസിഡന്റ്, ഇതിൽ തന്നെ ഒരു സാമുദായികപരമായ സന്തുലിതാവസ്ഥ പാലിച്ചുകൊണ്ടുള്ള ഒരു നിയമനമാണ് നടന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാം ജാതി പറയാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. പക്ഷെ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ വീണ്ടും ആർക്കൊക്കെ വിമർശനം ഉണ്ടാക്കാം. ഈ വനിതകൾ ആരെങ്കിലും ഇപ്പോഴത്തെ ഈ നോമിനേഷനിൽ വെച്ചോ? ഇല്ലല്ലോ.
ഇനി വേണമെങ്കിൽ മറ്റ് സമുദായക്കാർക്കും ഇതിൻ്റെ പേരിൽ വിമർശനം തുടർന്നുകൂടെ? അങ്ങനെ ആരും വിമർശിക്കാൻ വന്നില്ലല്ലോ. ഈ സമുദായത്തിനെ പറഞ്ഞുകൊണ്ട് അഭിൻ വർക്കി ആ തരത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതുമായി ചേർത്ത് നിർത്തിക്കൊണ്ട് ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ടാണോ എന്നറിയില്ല എന്ന വാക്കുകളൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും സൂക്ഷിച്ചൊക്കെ ആണ് പറയേണ്ടിയിരുന്നത്. കാരണം നമ്മുടെ പ്രസ്ഥാനമാണിത്. കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ രാജ്യത്തിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, ഈ രാജ്യത്തെ എല്ലാ സംവിധാനങ്ങളോടും കൂറു പുലർത്തുന്നവർ, ദേശീയ കക്ഷിയായി കോൺഗ്രസ് എക്കാലവും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, അവരൊക്കെ തന്നെയാണ് ഈ കോൺഗ്രസിൽ ഇങ്ങനെയുള്ള വിമർശനങ്ങൾ എവിടെ നിന്നെങ്കിലും ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ മുന്നിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ചില ആളുകൾ എന്നോട് നേരിട്ട് സംസാരിക്കുകയാണ്, പ്രത്യേകിച്ച് ചില അഭിഭാഷകർ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടയിൽ പറഞ്ഞതാണ്. ആ അഭിൻ പിന്നെ വർക്കി എന്ന് പറയുന്ന പ്രസിഡന്റ് സ്ഥാനം, സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം കിട്ടാത്തത് കൊണ്ട് അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ ശരിക്കും അനുചിതമായി പോയി എന്ന് എന്നോട് നേരിട്ട് വ്യക്തിപരമായി പറഞ്ഞ ആളുകളുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട അഭിൻ വർക്കി, നിങ്ങൾ ഇക്കാര്യത്തിലൊക്കെ കുറച്ചുകൂടി ഒരു മിതത്വമൊക്കെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. നിങ്ങൾ ദേശീയ സെക്രട്ടറിയായി നിയമനം കിട്ടി, നിങ്ങൾ തീർച്ചയായിട്ടും ആ പൊസിഷനിൽ വർക്ക് ചെയ്ത് നിങ്ങളുടെ ക്വാളിറ്റി എത്ര വലുതാണെന്ന് നിങ്ങൾ കാണിക്കണം. കിട്ടിയ സ്ഥാനം വെച്ചുകൊണ്ടാണ് നമ്മൾ അത് അലങ്കരിച്ച് കാണിക്കാനുള്ളത്. അല്ലാതെ കിട്ടാത്ത സാധനത്തിനെ കുറിച്ച് പറഞ്ഞ് നമ്മൾ വീണ്ടും വീണ്ടും ചെറുതായി പോകരുത്. ഇത് അഭിൻ വർക്കി തീർച്ചയായിട്ടും ദേശീയ സെക്രട്ടറിയായി, ജനറൽ സെക്രട്ടറി ആക്കിയില്ല എന്ന ആക്ഷേപം നിങ്ങൾക്കുണ്ടെങ്കിൽ ദേശീയ സെക്രട്ടറി മോശപ്പെട്ട ഒരു പൊസിഷനൊന്നുമല്ല. ഡൽഹിയിൽ തന്നെ വർക്ക് ചെയ്യണമെന്നുമില്ല. എന്താണ്, ദേശീയ സെക്രട്ടറി ആയി കഴിഞ്ഞാൽ ഡൽഹി തന്നെ വർക്ക് ചെയ്യണമെന്നുണ്ടോ? പൂർണ്ണമായും വേണമെന്നില്ലല്ലോ. പല സംസ്ഥാനങ്ങളിലെയും ചുമതലകൾ കിട്ടില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നുകൊണ്ട് വർക്ക് ചെയ്യാമല്ലോ. കേരളത്തിലും വർക്ക് ചെയ്യാമല്ലോ. അങ്ങനെ അല്ല സംഭവിക്കുന്നത്. അതെല്ലാം സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതിലൊന്നും കയറി ബാലിശമായ ഒരു മനസ്സ് വെച്ചുകൊണ്ട് പോകരുത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസും കെ എസ് യുവും ഒക്കെ സജീവമാകേണ്ട ഒരു സമയമാണ്. കോൺഗ്രസ് സജീവമാകുന്നുണ്ട്. കോൺഗ്രസിൻ്റെ ബാക്കി കാര്യങ്ങൾ കൂടി വന്നു കഴിയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ കഴിയും. അതുകൊണ്ട് ഈ എപ്പിസോഡ് കൺക്ലൂഡ് ചെയ്യുന്നത് അഭിൻ വർക്കിയോട് ഒരു അഭ്യർത്ഥന മുന്നോട്ട് വെച്ചുകൊണ്ടാണ്. നേരത്തെ പറഞ്ഞത് തന്നെയാണ്. പ്രിയപ്പെട്ട അഭിൻ, നിങ്ങൾ ദേശീയ സെക്രട്ടറിയായി ഈ നൽകപ്പെട്ട ഈ സ്ഥാനം നിങ്ങൾ നിരാകരിക്കരുത്. ആ സ്ഥാനത്ത് നിങ്ങൾ വർക്ക് ചെയ്ത് നിങ്ങളുടെ യോഗ്യത വീണ്ടും നിങ്ങൾക്ക് തെളിയിക്കാൻ ഒരു അവസരം കിട്ടി എന്ന് മാത്രം കരുതുക. മറ്റ് ചിന്തകളൊക്കെ തന്നെ മനസ്സിൽ നിന്ന് മാറ്റുക. പുതിയ സംസ്ഥാന പ്രസിഡൻ്റായ ജനീഷിനും വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിലും ബാക്കിയുള്ള എല്ലാവർക്കും നിങ്ങൾ മതിയായ സപ്പോർട്ട് നൽകുക. അങ്ങനെയാണ് നിങ്ങൾ നേതാവായി നിങ്ങൾ പ്രക്ഷോഭിക്കേണ്ടത്. അതാണ് നേതാവ്. അങ്ങനെയുള്ള നേതാവിനെയാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ ആഗ്രഹിക്കുന്നതെന്ന് ഞങ്ങളെപ്പോലുള്ളവർ മനസ്സിലാക്കുന്നു. അതിനുവേണ്ടി അഭിൻ തീർച്ചയായും ഒരു തീരുമാനമെടുക്കുക. ആ നിലയിൽ തന്നെ തുടരുകയും ചെയ്യുക. എല്ലാ നന്മകളും നേരുന്നു എന്ന് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നു. നന്ദി.